ശരവണ ഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നാളെ മാർച്ച് 1 മാർച്ച് 1 തുടക്കം എന്ന് പറയുന്നത് വളരെയധികം ഓസ്പീഷ്യസ് ആയിട്ട് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ദിവസം എന്തൊരു കാര്യം ചെയ്താലും അതിനുള്ള ഫലം എന്ന് പറയുന്നത് ആ ഒരു മാസം മുഴുവൻ നമുക്ക് ലഭിക്കും. അതായത് നാളെ പൂയം നക്ഷത്രത്തോടു കൂടിയിട്ടാണ് മാർച്ച് 1 തുടങ്ങുന്നത്. അതുമാത്രവുമല്ല, ഭഗവാൻ മഹാദേവന് പ്രിയപ്പെട്ട പ്രദോഷം കൂടിയിട്ടാണ് നാളെ. പൂയം നക്ഷത്രവും പ്രദോഷവും ഞായറാഴ്ച വരുന്നു. രവി പ്രദോഷവും രവി പുഷ്യ യോഗവും ഒന്നിച്ചു വരുന്ന ഒരു ദിവസം. ഈ ഒരു ദിവസത്തിൻ്റെ മഹാത്മ്യം ഇനി നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ ഞാൻ പറഞ്ഞു തരേണ്ടെന്ന് ആവശ്യമില്ല. പൂയം നക്ഷത്ര ദിവസം നമ്മൾ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ ഇന്നും നാളെയുമായിട്ട് നിങ്ങൾക്ക് ചെയ്തു തീർക്കാവുന്നതാണ്. ഞായറാഴ്ച പൂയം നക്ഷത്രം വരുന്നതിനെയാണ് നമ്മൾ രവി പുഷ്യ യോഗം എന്ന് പറയുന്നത്. നാളെ പൂയം നക്ഷത്രം രാവിലെ 8:34 വരെ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സമയത്തിനുള്ളിൽ വേണം ഞാൻ ഈ പറയുന്ന ആദ്യത്തെ കാര്യം നിങ്ങൾ ചെയ്യാൻ. പിന്നെ പ്രദോഷ സമയത്ത് നമ്മൾ ചെയ്യേണ്ടുന്നത് ആസ് യൂഷ്വൽ എപ്പോഴും പോലെ പറയുന്ന പോലെ വൈകിട്ട് വരുന്ന പ്രദോഷ സന്ധ്യാസമയത്താണ്. അപ്പോൾ നാളെ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിനു മുൻപായിട്ട് ഇന്ന് ആകാശത്ത് 6 ഗ്രഹങ്ങൾ അലൈൻമെൻറ്റ് ചെയ്യുന്ന വളരെ വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു ദിവസമാണ്. ഇന്ന് നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു മാനിഫെസ്റ്റേഷനെ കുറിച്ച് ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊക്കെ അത് പോയി കാണണം. അത് ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. പൂയം നക്ഷത്രത്തിലാണ് ഈ ഒരു അലൈൻമെൻറ്റ് വന്നിരിക്കുന്നത് എന്നുകൊണ്ട് തന്നെ അതിനുള്ള ആ ഒരു പവർ വളരെ കൂടുതലായിരിക്കും. നാളെ മാർച്ച് 1 ഞായറാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ജോലിക്കൊക്കെ പോകുന്നവർ ഇച്ചിരി ലേറ്റ് ആയിട്ട് എഴുന്നേറ്റാൽ മതിയെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ പോലും 8:34 വരെയാണ് പൂയം നക്ഷത്രം എന്നതുകൊണ്ട് തന്നെ അതിന് മുൻപായിട്ട് എല്ലാവരും എഴുന്നേക്കാൻ ശ്രമിക്കണം. പ്രദോഷ വ്രതം എടുക്കുന്നവരൊക്കെ സൂര്യോദയത്തിന് മുൻപ് തന്നെ ഉണർന്ന് കുളിച്ച് പൂജാമുറിയിൽ വിളക്ക് വെക്കണം, നെറ്റിയിൽ ഭസ്മം ധരിക്കണം. അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. വീട്ടിൽ ശിവലിംഗമുള്ളവർ അഭിഷേകം ചെയ്യണം. രാവിലെ ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക്, അതായത് ഒരുപാട് പേരെന്നോട് ആ ഒരു സംശയം ചോദിച്ചിരുന്നു. പ്രദോഷ സന്ധ്യയ്ക്ക് ചെയ്താലും മതി. അപ്പോൾ രാവിലെ തന്നെ ചെയ്യണം എന്നുള്ള നിർബന്ധമില്ല. പ്രദോഷ സന്ധ്യാസമയത്ത് നമ്മൾ അഭിഷേകം ചെയ്താലും ഒരേ ഫലം തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ചെയ്താലും മതിയാവും. അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുക. വീട്ടിൽ പൂജാമുറിയിൽ നിലവിളക്കിൽ നെയ്യൊഴിച്ച് 5 തിരിയിട്ട് ദീപം കൊളുത്തണം. കാരണം പൂയം നക്ഷത്രം വ്യാഴഗ്രഹവുമായിട്ടുള്ള നമ്മുടെ ആ ഒരു ലിങ്കിനെ കണക്ഷനെ കൂട്ടും. അതേ ഫലം നമുക്ക് നെയ്യ് തരും. കാരണം നെയ്യ് ഒഴിച്ചുള്ള പ്രാർത്ഥനകൾ വളരെ പെട്ടെന്ന് തന്നെ സഫലീകരിക്കും. അതുകൊണ്ടാണ് വിശേഷ ദിവസങ്ങളിൽ നെയ്യ് ഒഴിച്ച് ദീപം കൊളുത്തണം എന്ന് പറയുന്നത്. അതുമാത്രവുമല്ല, നമ്മൾ അന്നത്തെ ദിവസം പൂജാമുറിയിൽ മാക്സിമം യെല്ലോ കളർ, അതായത് നല്ല മഞ്ഞ കളറിലെ പുഷ്പങ്ങളും അതേപോലെ തന്നെ തുളസി ഇലകളും കൂടുതലായിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കണം. കാരണം പൂയം നക്ഷത്രത്തിൻ്റെ ആ ഒരു കളർ, ജൂപ്പിറ്ററിൻ്റെ ആ ഒരു കളർ എന്നൊക്കെ പറയുന്നത് മഞ്ഞ ആയതുകൊണ്ടാണ് കൂടുതലായിട്ടും ഉപയോഗിക്കണമെന്ന് പറയുന്നത്. അതേപോലെ തന്നെ താമരപ്പൂവ് കിട്ടുമെങ്കിൽ ഒരു താമരപ്പൂവെങ്കിലും നിങ്ങൾ പൂജാമുറിയിൽ അന്നത്തെ ദിവസം ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. അപ്പം ഇതൊക്കെ നമുക്ക് വ്യാഴഗ്രഹത്തിൻ്റെ ആക്ടിവേഷൻ നമ്മളിൽ കൂടുതൽ ഉണ്ടാവാനായിട്ട് സഹായിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ നാളെ ചെയ്യണം. പൂജാമുറിയിൽ വിളക്കൊക്കെ കൊളുത്തി മഞ്ഞ കളറിലെ പുഷ്പങ്ങൾ കൊണ്ടും തുളസി ഇലകൾ കൊണ്ടും പൂജാമുറിയിൽ അലങ്കരിച്ചതിന് ശേഷം ഒരു യെല്ലോ കളറിലെ ക്ലോത്ത് എടുക്കുക. സിൽക്കിൻ്റെ, അതായത് പട്ട് ക്ലോത്ത് ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കാം. അങ്ങനെയല്ല കോട്ടൺ ആണെന്നുണ്ടെങ്കിൽ കോട്ടൺ എടുത്താൽ മതിയാവും. വളരെ ചെറിയൊരു പീസ് മതിയാവും. സ്ക്വയറായിട്ട് മുറിച്ചിട്ട് അതിലോട്ട് നമ്മൾ പച്ചരി 21 പച്ചരി നമ്മൾ എണ്ണിയിടണം. അതിനുശേഷം ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇടണം. ഒപ്പം തന്നെ നമ്മൾ 1 രൂപയുടെ ഒരു നാണയം കൂടിയിട്ട് ആ കൂടെ വെക്കണം. നിങ്ങളുടെ കയ്യിൽ സിൽവർ കോയിൻസ് ഒക്കെ ഒരുപാടുള്ളവരാണെന്നുണ്ടെങ്കിൽ അതിലൊരു സിൽവർ കോയിൻ വെക്കാം. സിൽവർ കോയിൻ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ 1 രൂപ നാണയം വെച്ചാൽ മതിയാവും. അതിനുശേഷം അതൊരു കിഴിയായിട്ട് കെട്ടിയിട്ട് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് മഹാവിഷ്ണുവിൻ്റെ മന്ത്രം, അതായത് ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുള്ള മന്ത്രം നമ്മൾ 27 പ്രാവശ്യം ചൊല്ലിയിട്ട് ആ കിഴി വിളക്കിനടുത്തായിട്ട് വെച്ചിരിക്കുക. അത് അവിടെ തന്നെ ഇരുന്നോട്ടെ. അന്നത്തെ ദിവസം മുഴുവൻ, അതായത് നാളെ ഞായറാഴ്ച മുഴുവൻ, തിങ്കളാഴ്ച
രാവിലെ എഴുന്നേറ്റ് അതിലെ അരി നമുക്ക് ഉറുമ്പുകൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ആ 1 രൂപ നാണയം ഏതെങ്കിലും ക്ഷേത്രത്തിൽ, അത് പർട്ടിക്കുലറായിട്ട് മഹാവിഷ്ണുവിൻ്റെ, കൃഷ്ണ ഭഗവാന്റെ, പാർത്ഥസാരഥിയുടെ, പെരുമാളിൻ്റെ ഏത് ക്ഷേത്രമാണോ വീടിനടുത്തുള്ള ആ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി ഇടാവുന്നതാണ്. ഇത് നമ്മൾ എന്തിനാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വ്യാഴഗ്രഹത്തിനെ നമ്മൾ ആക്ടിവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. സകല സൗഭാഗ്യങ്ങളും നമുക്ക് വാരിക്കോരിത്തരുന്ന ഈ ഒരു വ്യാഴഗ്രഹത്തിനെ എല്ലാ പൂയം നക്ഷത്രത്തിലും നമ്മൾ ഇതുപോലെ പൂജിച്ചാൽ അത് വളരെ പെട്ടെന്ന് ഫലം തരും. പ്രത്യേകിച്ച് ഗുരുപുഷ്യയോഗം, രവിപുഷ്യയോഗം, ഈ 2 ദിവസങ്ങളിലാണ് ഇത് തുടങ്ങാൻ ഏറ്റവും ഉത്തമം. പിന്നെ എല്ലാ മാസവും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടിത് ചെയ്യുക എന്നുള്ളതാണ്. അതങ്ങനെ ചെയ്ത് ഓരോ മാസവും നമ്മൾ ചെയ്ത് വരുമ്പം നമുക്കതിൻ്റെ ഫലം കിട്ടും. ആദ്യമായിട്ട് രവിപുഷ്യയോഗത്തിലോ ഗുരുപുഷ്യയോഗത്തിലോ വേണം നമ്മളിത് ചെയ്യാനായിട്ട്. അതിനുശേഷം പിന്നെ എല്ലാ മാസവും നമുക്കിത് ചെയ്തു തുടങ്ങാം. ഇത് മാർച്ച് 1 തന്നെ വന്നിരിക്കുന്നത് വളരെ വളരെ നല്ലതാണ്. എല്ലാവരും ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, നാളെ രാവിലെ 8:34 മുൻപായി തന്നെ നിങ്ങളിത് ചെയ്യണം. 8:34 കഴിഞ്ഞ് ഇത് ചെയ്തിട്ട് അതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം ലഭിക്കുകയുമില്ല. സിൽവർ കോയിൻ കയ്യിലുള്ളവർ സിൽവർ കോയിൻ ആണ് വെച്ചതെന്നുണ്ടെങ്കിൽ അവരത് ക്ഷേത്രത്തിൽ കൊണ്ടുപോയി സമർപ്പിക്കേണ്ട. അത് അതേപോലെ ആ ക്ലോത്തിൽ കെട്ടിയിട്ട് നമ്മുടെ വീട്ടിലുള്ള കൃഷ്ണ ഭഗവാന്റെ വിഗ്രഹത്തിന് അടിയിൽ വെച്ചിരിക്കുക, അടുത്ത മാസത്തിലെ പൂയം നക്ഷത്രം വരെ. അത് പിന്നെ നമുക്ക് വേറെ ഒന്നിനും യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതേ ഉള്ളൂ. അതാണ് നമ്മൾ നാളത്തെ ദിവസം രാവിലെ ചെയ്യേണ്ടുന്ന കാര്യം. അതിനുശേഷം വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതോ കേൾക്കുന്നതോ വളരെ വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ്. ഒപ്പം തന്നെ നാളത്തെ ദിവസം നമുക്ക് വീട്ടിൽ ശംഖുള്ളവർ ശംഖുപൂജ, ശ്രീചക്ര പൂജ, മുരുക ഭഗവാന് ഷട്കോണം വരച്ചുള്ള പൂജ, ഇതൊക്കെ ചെയ്യാൻ വളരെ ഉത്തമമായിട്ടുള്ള ദിവസം കൂടിയിട്ടാണ്. ഇനി പ്രദോഷമായിട്ട് നമ്മൾ എന്താണ് നാളെ ചെയ്യേണ്ടത്? പ്രദോഷ ദിവസം നാളെ സന്ധ്യയ്ക്ക് ക്ഷേത്ര ദർശനം കഴിയുന്നവരൊക്കെ ചെയ്യണം. ഇനി സന്ധ്യയ്ക്ക് പോകാൻ പറ്റാത്തവർ, അതായത് പ്രദോഷ സന്ധ്യയ്ക്ക് പോകാൻ പറ്റാത്തവർ, നിങ്ങൾക്ക് എപ്പോഴാണോ പോകാൻ പറ്റുന്നത് ആ ഒരു സമയത്ത് ക്ഷേത്ര ദർശനം ചെയ്ത് ഭഗവാന് നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെയുള്ള കാര്യങ്ങളൊക്കെ ക്ഷേത്രത്തിൽ ചെയ്യണം. പ്രത്യേകിച്ച് മുല്ലപ്പൂവും അതേപോലെ തന്നെ കൂവളത്തിലയും അതേപോലെ തന്നെ ഇളനീര് കൊണ്ടുള്ള അഭിഷേകം, ഇത് 3 ചെയ്യാൻ പറ്റിയാൽ നല്ലത്. ഇല്ലെങ്കിൽ ഏതെങ്കിലും ചെയ്ത് ഭഗവാന് മുൻപിൽ പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ ഉത്തമമാണ്. അതേപോലെ തന്നെയുള്ള മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, നാളത്തെ ദിവസം നമ്മൾ ഒരു കൂവളത്തിലെയെങ്കിലും ശിവലിംഗത്തിന് സമർപ്പിക്കണം. വീട്ടിൽ ശിവലിംഗമുള്ളവരാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ക്ഷേത്രത്തിൽ സമർപ്പിച്ചിരിക്കണം. അന്നദാനം ചെയ്യണം. പ്രത്യേകിച്ച് ഉറുമ്പുകൾക്ക് ഞാൻ എപ്പോഴും പറയുന്നതാണ്, പച്ചരിപ്പൊടിയിൽ പഞ്ചസാരയോ കൽക്കണ്ടമോ ശർക്കരയോ മിക്സ് ചെയ്ത് ഉറുമ്പുകൾക്ക് ഭക്ഷണമായിട്ട് കൊടുക്കുന്നത് വളരെ വളരെ, വെറുതെ ഭൂമിയിലിട്ടിരിക്കുക, അത് വന്ന് ചെറു പ്രാണികൾ കഴിക്കുന്നതനുസരിച്ച് നമ്മുടെ കർമ്മദോഷം കുറയും എന്നുള്ളത്. അതേപോലെ നാളത്തെ ദിവസം നന്ദി ഭഗവാൻ, പ്രദോഷ സന്ധ്യയിൽ ശിവഭഗവാന് കൊടുക്കുന്ന അതേ പ്രാധാന്യം നന്ദി ഭഗവാനും നമ്മൾ കൊടുക്കണം. നന്ദി ഭഗവാന് ചുറ്റുമായിട്ട് 11 21 നെയ് ദീപങ്ങൾ കൊളുത്തി വെക്കുന്നതും, നന്ദി ഭഗവാന് മുല്ലപ്പൂ മാല സമർപ്പിക്കുന്നതും, കൂവളത്തിലെ മാല സമർപ്പിച്ച് നമ്മൾ നന്ദി ഭഗവാനോട്, ശിവഭഗവാനോട് നേരിട്ട് നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾ പറയുന്നതിനേക്കാൾ കൂടുതൽ നന്ദി ഭഗവാൻ വഴി വേണം നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾ ശിവഭഗവാനിൽ എത്തിക്കാൻ. അതുകൊണ്ട് തന്നെ നന്ദി ഭഗവാനോട് നമ്മൾ നമ്മുടെ ആഗ്രഹം പറയേണ്ടുന്ന രീതി എന്ന് പറഞ്ഞാൽ, ആദ്യം ഓം നമഃ ശിവായ ചൊല്ലി, ഭഗവാനെ നന്ദികേശ, എൻ്റെ ഈ ആഗ്രഹം എത്രയും പെട്ടെന്ന് സാധിച്ചു തരാൻ അങ്ങിൻ്റെ ശിവഭഗവാനോട് അപേക്ഷിക്കണമേ എനിക്ക് വേണ്ടി എന്ന് വേണം പറയാൻ. അല്ലാതെ ഓടിപ്പോയി നന്ദിയുടെ ചെവിയിൽ പോയി എൻ്റെ ഈ ആഗ്രഹം എനിക്ക് സാധിച്ചു തരണം എന്ന് പറയരുത്. ഈ രീതിയിൽ വേണം നമ്മളിത് പറയാൻ വേണ്ടിയിട്ട്. ചില ക്ഷേത്രങ്ങളിൽ ഒരേ ആഗ്രഹം 3 പ്രാവശ്യം റിപ്പീറ്റായിട്ട് പറയണമെന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ താല്പര്യമാണ്. 1 പ്രാവശ്യം പറയുക, 3 പ്രാവശ്യം പറയുക എന്നുള്ളതൊക്കെ. അങ്ങനെ ഭഗവാനോട് പ്രാർത്ഥിച്ചാൽ തീർച്ചയായും അടുത്ത പ്രദോഷത്തിന് മുമ്പ് നമുക്ക് അതിനുള്ള ഒരു ബെനിഫിറ്റ് തീർച്ചയായിട്ടും ലഭിച്ചിരിക്കും. അതേപോലെ തന്നെ കൂവളമരം ക്ഷേത്രത്തിലോ വീട്ടിലോ ഉള്ളവർ കൂവളമരത്തിന് ജലം സമർപ്പിച്ച് കൂവളമരത്തിൻ്റെ ചുവട്ടിൽ ദീപം കൊളുത്തി വെക്കാൻ പറ്റുമെങ്കിൽ അതൊക്കെ കൊളുത്തി വെച്ച് 3 പ്രാവശ്യം കൂവളമരത്തിന് പ്രദക്ഷിണം ചെയ്യുന്നതും വളരെ നല്ല ഫലം തന്നെ തരും. അപ്പോൾ കഴിയുന്നതും എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഒപ്പം തന്നെ നാളെ നമ്മൾ മഹാദേവന് മുൻപിൽ ചൊല്ലേണ്ടുന്ന മന്ത്രം, ഇത് നാളെ പ്രദോഷ ദിവസം ഏതൊരു സമയത്തും ചൊല്ലാവുന്നതാണ്. രാവിലെ മുതൽ രാത്രി ഒരു 10 മണിക്കുള്ളിൽ ഏതൊരു സമയത്തും ഭഗവാൻ മഹാദേവന് മുൻപിൽ ഒരു നെയ് ദീപം കൊളുത്തി വെച്ച്, ക്ഷേത്രത്തിൽ പോകുന്നവരാണെങ്കിൽ ക്ഷേത്രത്തിൽ ഇരുന്ന് ചൊല്ലാം, വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഭഗവാന് മുൻപിൽ ഒരു നെയ് ദീപം കൊളുത്തി വെച്ച് ഒരു കൂവളത്തിലെങ്കിലും സമർപ്പിച്ച്
നമ്മൾ ഈ ഒരു മന്ത്രം ചൊല്ലണം. ചൊല്ലേണ്ടുന്ന മന്ത്രം ഇതാണ്. ഞാനിവിടെ മന്ത്രം എഴുതിയും കാണിച്ചിട്ടുണ്ട്. സിംഗ് സിംഗ് നമ ശിവായ ഓം. സിംഗ് സിംഗ് നമ ശിവായ ഓം. നമ്മൾ പൂർണ്ണമായ വിശ്വാസത്തോടും ഭക്തിയോടും കൂടി വളരെയധികം പ്രധാനപ്പെട്ട ഒരേ ഒരു ആഗ്രഹം ഭഗവാന്റെ മുൻപിൽ സമർപ്പിച്ചുകൊണ്ട് വിശ്വാസപൂർവ്വം ഈ ഒരു മന്ത്രം ചൊല്ലിയാൽ അടുത്ത പ്രദോഷത്തിന് മുൻപ് ആഗ്രഹം നിങ്ങൾക്ക് സാധിച്ചു കിട്ടിയിരിക്കും. സോ എല്ലാവരും ഇത് ചൊല്ലാനായിട്ട് ശ്രമിക്കണം. വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒരു മന്ത്രമാണ്. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.